കക്കായിറച്ചി നമ്മൾ എണ്ണ അധികം ഉപയോഗിക്കാതെ എങ്ങനെ കറി വെക്കാമെന്നുള്ളതാണ്. ആദ്യം കക്കായിറച്ചി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനോട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ശകലം മഞ്ഞൾ പൊടി ഇട്ട് വെള്ളം തിളപ്പിക്കുക. ഈ തിളപ്പിച്ച് അത് കുറച്ച് ആറണം. തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും കക്കായിറച്ചിയിൽ ഒഴിച്ചിടുക. അതിനുശേഷം അത് മിനിമം ഒരു 8-9 പ്രാവശ്യമെങ്കിലും കക്കായിറച്ചി നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുക്കുക. അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ചില സമയത്ത് കക്ക വരെ നമുക്ക് കിട്ടാറുണ്ട്. ചെറിയ തോടൊക്കെ കക്കാത്തോട് കിട്ടും. അതൊക്കെ നമ്മുടെ ശരീരത്തിന് അഴുക്കായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും കക്കായിറച്ചിയിൽ നല്ല വെണ്ണം നമ്മൾ ചെറിയ ഉള്ളി ചേർക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ടേസ്റ്റ് നന്നായിട്ട് കൂടി കിട്ടുകയും ചെയ്യും. ചെറിയ ഉള്ളി എണ്ണ അധികം ഉപയോഗിക്കാത്ത അതുകൊണ്ട് ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ ഇഞ്ചി നമ്മൾ ചതച്ചിടുക, വെളുത്തുള്ളി ചതച്ചിടുക, കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ തേങ്ങാക്കൊത്ത്, ഇത്രയും ആവശ്യത്തിന് ഉപ്പ്. പിന്നെ അത് നമ്മൾ ആദ്യം ഇതെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾ വെക്കുക. പിന്നെ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ നല്ല രീതിയിൽ ആവശ്യത്തിന് മഞ്ഞൾ പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് അത് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് അത് യോജിപ്പിച്ചെടുക്കുക. അതിനൊരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ മതി. കാരണം അധികം വെള്ളം വേണ്ടി വരില്ല. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിക്കുക. ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് വേകണം. എന്നാന്ന് വെച്ചാൽ എണ്ണ അധികം കുറവുള്ളതായതുകൊണ്ട് നമ്മൾ വളരെ നന്നായിട്ട് അത് വേവിക്കണം. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് അന്നേരം ആവശ്യത്തിനുള്ള കക്കായിറച്ചി എത്രയാണോ അത് നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മസാല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വേണ്ട മഞ്ഞൾ പൊടിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ മസാല കുറവാണെന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇച്ചിരി കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ബാക്കി നമ്മുടെ കക്കായിറച്ചി നമുക്ക് ആവശ്യത്തിനെടുത്ത് അന്നേരം നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. അന്നേരം നമുക്ക് കുറേശ്ശെ എടുത്ത് ചെയ്യാവുന്നതാണ്.